ഹായ് ഡേയ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇന്നത്തെ അതേ സെയിം വർക്ക് തന്നെയാണോ. അല്ല കേട്ടോ, നമ്മൾ ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഒരുമിച്ചെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു മെറ്റീരിയൽസ് ഇതിലും ഈ ഒരു മെറ്റീരിയൽസ് അതിലും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഇന്ന് 4 ലേഡി ഫിംഗർ വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് നമ്മളുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. നിങ്ങൾക്കറിയാലോ, ഞാൻ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെറ്റീരിയൽസ് സൈഡിലൂടെ ആയിട്ട് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ ഹെയർബോ മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത ആളുകളുണ്ടാവില്ലേ, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സൈഡിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കയറി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ 250 ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ്. എത്ര മോഡലാണോ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ എല്ലാ മോഡലും മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു 250 ഗ്രാം കൊടുക്കുന്നത്. അപ്പോൾ 250 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് 250 ഗ്രാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും 500 രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാകുന്നതാണ് കേട്ടോ. നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ആ ഒരു വർക്കിൽ എന്താ പറയുക, ഇത്തിരി കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കഷ്ടപ്പെടുക എന്ന് പറയുന്നത് സെയിലിംഗ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിക്ക് നിങ്ങൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ അതിൽ നിന്ന് 500 രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതിൽ കൂടുതൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് നമ്മൾ 500 രൂപ മിനിമം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സെൻറ്റർ കൂടി റൺ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ്. ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളും അതുപോലെ ഫിനിഷിങ് കുറവുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്രെഡ് വലിഞ്ഞ് നിൽക്കാതെ നോക്കണം. അഥവാ ഇനി ത്രെഡ് വലിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ത്രെഡ് എന്താ പറയുക, ക്ലോത്തിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കൈ കിട്ടുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം, ഇനി ഒരുപാട് ആളുകൾ കയ്യിൽ എത്താനുണ്ട്. അവരൊക്കെ ചെയ്യേണ്ട കാര്യം ഒരുമിച്ച് എല്ലാം കൂടി കട്ടാക്കാതെ ആദ്യം കുറച്ച് കട്ടാക്കിയതിന് ശേഷം പിന്നെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഒരുമിച്ച് ഒരേ അളവിൽ തന്നെ കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലത്തെ വർക്കുകളൊന്നും ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങി വെച്ചിട്ട് ഇത് സെയിലിംഗ് നടക്കുന്നില്ല എന്ന് ഒരിക്കലും എന്നോട് പറയരുത് കേട്ടോ. കാരണം ഞാൻ പരമാവധി മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, എത്രത്തോളം നമ്മൾ ആ ഒരു വർക്കിൻ്റെ പിറകെ തന്നെ ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സെയിലിംഗ് എന്നുള്ളത്. നമ്മൾ വാങ്ങി വെറുതെ വീട്ടിൽ വെച്ചിട്ട് സെയിലിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാരണവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് അത്രത്തോളം നമുക്കതിൽ വിജയം ഉണ്ടാവും. ഒരുപാട് ആളുകൾ 3, 4, 5, 6 തവണ വാങ്ങിയ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതിൽ എത്രത്തോളം അവർക്കൊരു വിശ്വാസമുണ്ട്, അതിൽ നിന്ന് തന്നെ ഉറച്ചു നിന്നാൽ അവർക്ക് മുമ്പോട്ട് പോകാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അല്ലാത്ത ആളുകളാണ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപദേശം എനിക്ക് തരാനുള്ളൂ, നിങ്ങൾ ഏത് ബിസിനസ്സായാലും, ഇനി ഒരു ബിസിനസ് എന്നല്ല, ഏത് സംരംഭമാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അതിൽ തന്നെ ഉറച്ച് മുമ്പോട്ട് പോവുക. ഇനി അതിൽ നഷ്ടം ലാഭം എല്ലാം ഉണ്ടാവും, എല്ലാം സഹിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ എല്ലാം നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിൽ വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ കേട്ടോ. കാരണം ഒരിക്കൽ നമുക്ക് സെയിലിംഗ് ഒന്നും നടന്നില്ല വിചാരിച്ച് നമ്മൾ എന്താ പറയുക, ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട എന്നതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് പേസ്റ്റിൻ്റെ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഏകദേശം അത് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, നമ്മളുടെ സെൻറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ ആ ഒരു സൈഡിലായിട്ടൊരു ഹോള് വരുന്നുണ്ടല്ലോ 2 സൈഡിലും, ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് മറ്റേ സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബണ്ണിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. അതുപോലെ ഈ ഒരു കവർ കാണുന്നുണ്ടല്ലോ, ഈ ഒരു കവർ വെച്ചിട്ട് നല്ലൊരു കിഡ്ലൻ സെൻറ്റർ ക്ലിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോക്ക് താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ എന്താണ് ഈ വിക്രസ് കിട്ടുന്നതെന്നുള്ളത്, അതിൻ്റെ ഉള്ളിലത്തെ കമ്പിയൊക്കെ എടുത്ത് കളയുന്നതെന്ന്. കമ്പി എടുത്ത് കളയല്ല, നമുക്ക് അവിടെ ഒരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അതിന് സെൻട്രലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ചിങ്ങും കൂടി കൊടുക്കാനുണ്ട്. അത് ഞാൻ പിന്നീടാണ് കേട്ടോ ഓർമ്മ വന്നത്, അത് വിട്ടു പോയതാണ്.
ഓക്കെ, നമ്മൾ ആ ഒരു ബീഡ്സ് ആഡ് ചെയ്യുന്ന മുന്നേ തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബീഡ്സ് ആഡ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. അതിൻ്റെ സൈഡിലൂടെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണ മുമ്പായിട്ട് തന്നെ ആ സെൻറ്ററിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അത് നല്ല രീതിക്ക് തന്നെ അതിലോട്ട് ടച്ചായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഭാഗം നല്ല രീതിക്ക് ടച്ചായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഇളകി പോരുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ത്രെഡിൽ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ. ആ ഒരു കവറിൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കളറുകളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. കാരണം അത് കവറാണോ എന്താണോ എന്നുള്ളത് നമ്മൾ മാത്രമാണ് അറിയുന്നത്, വേറെ ഒരാളും അറിയുന്നില്ല. ഓക്കെ, പ്രത്യേക ഡിസൈനിലുള്ള ഒരു ക്ലോത്ത് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുക. ഇപ്പോൾ ആ ഇളക്കിയെടുത്ത സാധനം നമ്മൾ അതിലോട്ട് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ഒരു ഫൈനലിൻ്റെ ഒരു വർക്കും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ വേറൊരു ഭാഗത്ത് നമുക്ക് ഗ്ലൂ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് വരുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാണ്, ആ ഒരു വൈറ്റ് ബീഡും കൂടി അതിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു അട്രാക്റ്റീവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വൈറ്റ് ബീഡും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന് പകരം ഗോൾഡ് ബീഡാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പരമാവധി എത്രയും ചെറുത് ആഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ബോറാവും. അപ്പോൾ ചെറുതായിട്ടുള്ള രീതിയിൽ 2 mm അല്ലെങ്കിൽ എന്താ പറയുക 6 mm ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, വലിയത് ആഡ് ചെയ്യാതിരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ 2 സൈഡിലും 3 ബീഡ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ്. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാതെ ബൈ.